നമസ്കാരം. യുദ്ധത്തിന്റെ പുകയൊഴിയാതെ തന്നെ അതിന്റെ തീപ്പൊരി ഇനിയും കത്തുകയാണ് പശ്ചിമേഷ്യയിൽ. എന്നാൽ ഈ തവണ അത് യുദ്ധഭൂമിയിലല്ല, സാധാരണ ജനങ്ങളുടെ അടുക്കളകളിലാണ്. ഒരിക്കൽ ശക്തമായ പ്രതിരോധത്തിന്റെ പ്രതീകമായി നിന്നിരുന്ന ഇറാൻ ഇന്ന് കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ പിടിയിലായിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ആകാശത്തേക്ക് കുതിച്ചുയരുമ്പോൾ റിയാൽ കറൻസിയുടെ മൂല്യം നിലം പതിക്കുന്ന കാഴ്ച ലോകം നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി യാദൃച്ഛികമോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സാമ്പത്തിക യുദ്ധത്തിന്റെ ഭാഗമോ? അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വർഷങ്ങളായി നടപ്പാക്കുന്ന ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഇന്ന് ഇറാന്റെ സാമ്പത്തിക ശ്വാസകോശത്തെ പോലും പിടിച്ചു ഞെരിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ബോംബുകളും മിസൈലുകളും മാത്രമല്ല, സാമ്പത്തിക ഉപരോധങ്ങളും ഇന്ന് ഒരു രാജ്യത്തെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ക്രൂരമായ ആയുധങ്ങളായി മാറിയിരിക്കുകയാണ്. യുദ്ധത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്നാണ് റിപ്പോർട്ടുകൾ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ഇറാൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയുടെ തകർച്ചയും അടിസ്ഥാന സൗകര്യ മേഖലയിലെ നാശനഷ്ടങ്ങളും ഇറാന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചതോടെ ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് തുടങ്ങി എല്ലാ അടിസ്ഥാന സേവനങ്ങൾക്കും വില ക്രമാതീതമായി വർദ്ധിച്ചു. ഭക്ഷ്യവസ്തുക്കൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ടോസ്റ്റ് ബ്രെഡിന്റെ വില 7 ലക്ഷം റിയാലിൽ നിന്ന് 10 ലക്ഷം റിയാലായി വർദ്ധിച്ചു. തലസ്ഥാനമായ ടെഹ്റാനിലെ കഫേകളിൽ ഒറ്റ ദിവസം കൊണ്ട് വിഭവങ്ങൾക്ക് 25% വരെ വില കൂടി. ഇനി മരുന്നുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മരുന്നുകളുടെ വിലയിലുണ്ടായ വർധന ഞെട്ടിക്കുന്നതാണ്. യുദ്ധത്തിന് മുൻപ് 30 ലക്ഷം റിയാൽ വിലയുണ്ടായിരുന്ന ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഗുളികയ്ക്ക് ഇപ്പോൾ 18 കോടി റിയാലായി വില ഉയർന്നു. ഇറക്കുമതി സാധനങ്ങളിലേക്ക് കടക്കുമ്പോൾ അയൽ രാജ്യമായ തുർക്കിയിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് സാധാരണ വിലയേക്കാൾ 3 ഇരട്ടിയിലധികം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കറൻസിയുടെ മൂല്യ തകർച്ച ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ കേന്ദ്ര ബാങ്കിന് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പുറത്തിറക്കേണ്ടി വരും. നാണയപ്പെരുപ്പം രൂക്ഷമായതോടെ മാർച്ച് പകുതിയോടെ 1 കോടി റിയാലിന്റെ പുതിയ നോട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ബാങ്ക്. ഇതിന് തൊട്ട് മുൻപത്തെ മാസമാണ് 50 ലക്ഷത്തിന്റെ നോട്ട് പുറത്തിറക്കിയത്. ഇനി പണപ്പെരുപ്പ നിരക്കിലേക്ക് കടക്കുമ്പോൾ ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് വാർഷിക പണപ്പെരുപ്പം 47.5% ഇറാൻ. ബാങ്കുകളെ സഹായിക്കാനായി കേന്ദ്ര ബാങ്ക് കൂടുതൽ പണം അച്ചടിക്കുന്നത് പണപ്പെരുപ്പം ഇനിയും കൂടാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം മൂലം തൊഴിലില്ലായ്മയും വർദ്ധിച്ചു കഴിഞ്ഞു. യുദ്ധം മൂലം നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. നിർമ്മാണ മേഖലയെയും യുദ്ധം ബാധിച്ചു കഴിഞ്ഞു. രാജ്യം മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. തൊഴിൽ നഷ്ടമായതിനാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇ കൊമേഴ്സിനെ ബാധിച്ചത് 1.5 മാസമായി തുടരുന്ന കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് വഴിയാണ്. ഇ കൊമേഴ്സ് മേഖലയെ പൂർണ്ണമായും ഇത് തകർത്തു കഴിഞ്ഞു. നിലവിൽ പരിമിതമായ ദേശീയ നെറ്റ്വർക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ ബസാറുകൾ പ്രവർത്തന സമയം കുറച്ചു. ബാങ്കിംഗ് പ്രതിസന്ധി ഇറാന്റെ ബാങ്കിംഗ് സംവിധാനത്തിന് യുദ്ധത്തിന് മുൻപ് തന്നെ ദുർബലമായിരുന്നു. യുദ്ധം ഈ മേഖലയെ തകർച്ചയുടെ വക്കിലെത്തിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായ ആയന്തെ ബാങ്ക് കഴിഞ്ഞ വർഷം അവസാനം തകർന്നു. $5.2 ബില്യൺ നഷ്ടമാണ് അന്ന് ഈ ബാങ്ക് രേഖപ്പെടുത്തിയത്. യുദ്ധം മൂലം ബിസിനസ്സുകൾ തകർന്നതോടെ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിൽ ഉപഭോക്താക്കൾ. ഇത് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിനെ മോശമായി ബാധിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുന്നത് തടയാൻ ATMകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ വ്യവസായ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. രാജ്യത്തെ വിവിധ വ്യവസായങ്ങൾക്ക് ആധാരമായ ഉരുക്ക് പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾ ഉൽപാദനത്തെ ബാധിച്ചു. പ്രധാനപ്പെട്ട പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്കും നാശനഷ്ടമുണ്ടായി. റോഡുകളും പാലങ്ങളും തകർന്നത് ചരക്ക് നീക്കത്തെയും വിതരണ ശൃംഖലയെയും ബാധിച്ചു. ഇറാന്റെ സാമ്പത്തിക തകർച്ച യുദ്ധകാലത്തെ പ്രതിഭാസം മാത്രമല്ല, വർഷങ്ങളായുള്ള ഉപരോധങ്ങളുടെയും ഭരണപരമായ പരാജയങ്ങളുടെയും സംയുക്ത ഫലം കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ വൻതോതിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളും വിദേശ സഹായവും ഇറാന് വേണ്ടിവരും. ജനങ്ങളുടെ ദിനചര്യ തന്നെ തകർക്കുന്ന വിധത്തിൽ വിപണികൾ തകർന്നു വീഴുമ്പോൾ ഇത് യുദ്ധത്തിലെ തോൽവിയല്ല, മറിച്ച് പുറത്തുനിന്നുള്ള സാമ്പത്തിക ആക്രമണത്തിന്റെ തെളിവാണെന്ന് ഇറാൻ വാദിക്കുന്നു. ലോക രാഷ്ട്രീയത്തിൽ ശക്തരായ രാജ്യങ്ങൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ചെറിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പരീക്ഷണശാലയാക്കുന്നുവെന്ന ആരോപണങ്ങൾക്കും ഇതോടെ ശക്തി കൂടുകയാണ്. ഇത് വെറും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കഥയല്ല. ശക്തി, രാഷ്ട്രീയം, ആധിപത്യം ഇതെല്ലാം ചേർന്ന് ഒരു ജനതയെ എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു എന്നതിന്റെ ജീവനുള്ള ഉദാഹരണമാവുകയാണ് ഇറാൻ.